പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരിഗണിച്ചാൽ മത്സരിക്കുമെന്ന് തിരുവനന്തപുരം മുൻ ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ. കോൺഗ്രസിൽ വൈകാതെ അംഗത്വമെടുക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് പരിഗണിച്ചെങ്കിലും ബിസിനസ് തിരക്കുള്ളതുകൊണ്ട് വേണ്ടെന്ന് വച്ചതാണ്. രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നത് കഴിവില്ലാത്തവരും അഹന്തയുള്ള മന്ത്രിമാരുമായിരുന്നുവെന്നും KSRTCയിൽ കൃത്യമായി ശമ്പളം കൊടുക്കാൻ സർക്കാർ പിന്തുണച്ചില്ലെന്നും ബിജു പ്രഭാകർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞാൻ 2029 പാർലമെന്റിൽ നിൽക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അന്ന് സീറ്റ് കിട്ടുവാണെങ്കിൽ ഒന്ന് ആലോചിക്കാം. കായംകുളത്ത് പരിഗണിച്ചെങ്കിലും ഇപ്പോൾ ഞാൻ കുറച്ച് ബിസിനസ് കമ്മിറ്റ്മെന്റും മറ്റുമൊക്കെ ചെയ്തുകൊണ്ട് അത് കളഞ്ഞിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും സമയമുണ്ടല്ലോ, സർവീസിന് അനുഗ്രഹിച്ച് ഇനിയും വരാം. ഇന്നിപ്പാണെന്നുണ്ടെങ്കിൽ ATDFCയുടെ 500 കോടി കടമടച്ചു കഴിഞ്ഞപ്പം ബാങ്കിൽ നിന്ന് ഓവർഡ്രാഫ്റ്റ് എടുത്ത് 1-ാം തീയതി ശമ്പളം കൊടുക്കുന്നു. KSRTC തിരിച്ചടയ്ക്കുന്നു. 9 കോടി വരെ എത്തിച്ചതിന് ശേഷം 3 കോടിയും കൂടെ കൂട്ടി 12 കോടി വരെ ആക്കിയിട്ടുണ്ട്. അപ്പം ഒരു റിലേ ഓടുമ്പോൾ അവസാന ലാപ്പിൽ ഓടിയ ആളാണ് മിടുക്കെന്ന് പറയാൻ പറ്റില്ല. 4 പേരും ഒരേപോലെ ഓടിയതുകൊണ്ട് മാത്രമാണ് അതിനകത്ത് എത്തിയെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു മന്ത്രിസഭ മൊത്തത്തിൽ മോശമാകുന്നത് ഈ കഴിഞ്ഞ പിണറായി സർക്കാർ ഇപ്പോഴത്തെ നടപ്പിലിരിക്കുന്നതാണ്. കാരണം കഴിവില്ലാത്ത മന്ത്രിമാർ, അതിനേക്കാൾ ഉപരി അഹന്തയുള്ള മന്ത്രിമാർ, കാര്യങ്ങൾ മനസ്സിലാകാത്ത മന്ത്രിമാർ. ആഷിഖ് റഹ്മാൻ തിരുവനന്തപുരത്ത് നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ആഷിഖ്, ഗുഡ് മോർണിംഗ്. ഈ ബിജു പ്രഭാകർ നേരത്തെ ഈ CATUമായിട്ടുള്ള പോരും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ അത്ര കണ്ട് നല്ലൊരു ടേംസിലല്ല സർക്കാരും ബിജു പ്രഭാകരനുമായിട്ട്. അതിപ്പം അദ്ദേഹം ഭരിക്കുന്ന വകുപ്പുമായി അദ്ദേഹം ഇരിക്കുന്ന വകുപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിലും അവിടെ നിന്നും വരുന്ന ഉത്തരവുകളായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിലും അത് നിരന്തരം നമ്മൾ കാണുകയും വാർത്തയാവുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ പരാമർശം അനുസരിച്ചാണെങ്കിൽ അധികാര തുടർച്ച വരികയാണെങ്കിൽ അതൊരു സെൽ ഭരണത്തിലേക്ക് പോകുമെന്നാണ് ബിജു പ്രഭാകർ പറയുന്നത്. അപ്പോൾ നിലവിലെ ബിജു പ്രഭാകരന്റെ വാക്കുകളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കണം ആഷിഖ്? സേതു, ഗുഡ് മോർണിംഗ്. ബിജു പ്രഭാകറെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടറായിരുന്നു, അതുപോലെ KSRTCയുടെ CMD ആയിരുന്നു. ഈ സമയത്തെല്ലാം അദ്ദേഹം ചെയ്ത നടപടികൾ പലപ്പോഴും വാർത്തയായിട്ടുള്ളതാണ്. CMD ആയ സമയത്ത് സേതു സൂചിപ്പിച്ചതുപോലുള്ള CATUമായി ബന്ധപ്പെട്ടടക്കമുള്ള പല വിഷയങ്ങളും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്നു. പിന്നീട് പല സർക്കാർ വകുപ്പുകളിലും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം വഹിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ്. തുടർന്ന് 21 വർഷത്തെ സേവനത്തിന് ശേഷം പിന്നീട് അദ്ദേഹം വിരമിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസിൽ കൂടുതൽ സജീവമാവുകയാണ്. പ്രത്യേകിച്ച് ഇന്നലെ നേമത്ത് KS ശബരിനാഥിന് വേണ്ടിയാണ് അദ്ദേഹം പ്രചാരണത്തിലെത്തിയത്. തുടർന്ന് ആ സമയത്ത് വലിയ രൂക്ഷമായ വിമർശനമാണ് നിലവിലെ മന്ത്രിസഭയ്ക്കെതിരെയും V ശിവൻകുട്ടിക്കെതിരെയും അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട അനുഭവമെല്ലാം അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം, ഈ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് അദ്ദേഹത്തെ കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ പരിഗണിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നത് അദ്ദേഹത്തിന് ചില ബിസിനസ് തിരക്കുള്ളതിനാൽ തന്നെ അദ്ദേഹത്തിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ കോൺഗ്രസിൽ വൈകാതെ അംഗത്വമെടുക്കും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരിഗണിക്കുകയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഈ സർക്കാരിനെ കൂടി അദ്ദേഹം വിലയിരുത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കാരണം ആദ്യത്തെ പിണറായി സർക്കാരിന് അദ്ദേഹം 70% മാർക്ക് കൊടുക്കുമ്പോൾ രണ്ടാമത്തെ പിണറായി സർക്കാരിന് വെറും 20% മാർക്ക് മാത്രമാണ് അദ്ദേഹം നൽകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം, ഒരു സർക്കാരിലെ മന്ത്രിമാരെ മുഴുവൻ മാറ്റിക്കൊണ്ടാണ് രണ്ടാമത്തെ പിണറായി സർക്കാർ വന്നത്. ഇത് ഒരു ടീം എന്ന നിലയിലുള്ള ആ ഒരു പ്രവർത്തനത്തെ പൂർണ്ണമായും ബാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് വലിയ വിമർശനവുമുണ്ട്. അദ്ദേഹം കഴിവില്ലാത്ത മന്ത്രിമാരും അതുപോലെ തന്നെ അഹന്തയുള്ള മന്ത്രിമാരുമാണ് ഈ മന്ത്രിസഭയിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഉണ്ടായിരുന്നുള്ള വലിയ വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നു. അതിൽ ഏറ്റവും പ്രധാനം, ഒരു മന്ത്രിയുടെ ഒരു IAS ഉദ്യോഗസ്ഥൻ ചെന്ന സമയത്ത് നിങ്ങളുടെ IASന്റെ കേമത്രം ഒന്നും തന്നോട് കാണിക്കേണ്ട എന്നടക്കം വിമർശിച്ചിട്ടുള്ള മന്ത്രിമാരാണ് ഇന്നത്തെ മന്ത്രിസഭയിലുള്ളതെന്നും ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരോ അഭിപ്രായം പറഞ്ഞാൽ അത് കേൾക്കാൻ പോലും തയ്യാറാക്കാത്ത മന്ത്രിമാരാണുള്ളത് നടക്കുമുള്ള വലിയ വിമർശനങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. കാരണം വൈകാതെ തന്നെ കോൺഗ്രസിൽ അംഗത്വമെടുക്കും. നിലവിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത്. അദ്ദേഹത്തോട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിൽ തിരക്കുകളായതുകൊണ്ട് മത്സരിക്കില്ല. പക്ഷേ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹം മുൻതൂക്കി പാർട്ടിക്ക് മുമ്പിൽ ഒരു ആഗ്രഹം കൂടി പങ്കുവെക്കുന്നുണ്ട്. അത്തരത്തിൽ പരിഗണിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും മത്സരിക്കാം എന്നൊരു കാര്യം കൂടി അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ഈ പിണറായി സർക്കാരിൽ നിർണായകമായ പല വകുപ്പുകളിൽ അപ്പം അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരിഗണിച്ചാൽ മത്സരിക്കുമെന്ന് പറയുന്നു ബിജു പ്രഭാകർ. ഒപ്പം തന്നെ രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറയുന്നു. മറ്റ് വിഷയങ്ങളിലും അദ്ദേഹം പ്രതികരണങ്ങൾ നടത്തുന്നു.